കഴിഞ്ഞ ഉപതെരഞ്ഞെടുപ്പുകളിൽ ഉണ്ടായതുപോലെ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചാൽ ഉടൻ തന്നെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കാനാണ് കോൺഗ്രസ് ഒരുങ്ങുന്നത്. പാലക്കാട് നടത്തിയതുപോലെ പരമാവധി പാർട്ടിക്ക് ലഭിക്കാവുന്ന മുഴുവൻ വോട്ടുകളും ഉറപ്പുവരുത്തണം എന്ന നിർദ്ദേശവും വോട്ട് ചേർത്തലിന് പിന്നിലുണ്ട്. KPCC ഭാരവാഹികൾക്ക് ചുമതലകൾ ഉടനെ നൽകും. 27-ന് നടക്കാനിരിക്കുന്ന UDF യോഗത്തിൽ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് പ്രധാന ചർച്ചയാകും. അടുത്ത വർഷം നിയമസഭാ ഉപതെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കെ നിലമ്പൂരിലെ വിജയം UDFന് നിർണായകമാണ്. MLA പദവിയൊഴിഞ്ഞ PV അൻവർ നിലമ്പൂരിനെ പ്രതിനിധീകരിച്ച് ഇനി മത്സരിക്കാനില്ലെന്ന് അറിയിച്ചിരുന്നു. മറിച്ച് UDF നിർത്തുന്ന സ്ഥാനാർത്ഥിക്ക് നിരുപാധികമായ പിന്തുണ നൽകുമെന്നും പ്രഖ്യാപിക്കുകയുണ്ടായി. നിലമ്പൂരിൽ LDF പരാജയം UDFിനെക്കാളും ഇപ്പോൾ അൻവറിന്റെ ആവശ്യമാണ്. അതിനുവേണ്ടി എന്ത് വിട്ടുവീഴ്ചയ്ക്കും അൻവർ മടിക്കില്ല. കളം നിറഞ്ഞു കളിക്കുന്ന അൻവറിനെ തളയ്ക്കാൻ പുതിയ അടവുകൾ തിരയുകയാണ് CPM. മറികടക്കാൻ അൻവറും.